നിതിൻ രാജിന്റെ മരണത്തിന് ആരോപണ വിധേയരായിട്ടുള്ള 2 അധ്യാപകർക്കെതിരെ ഇപ്പം കേസെടുത്തിരിക്കുകയാണ്. അധ്യാപകരായിട്ടുള്ള ഡോക്ടർ എം.കെ. റാമും ഡോക്ടർ സംഗീതയും. ഏഹ്, ദേശീയ പട്ടികജാതി കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. രോഹിത് വെമുല, മറ്റൊരു രോഹിത് വെമുല, അത് പക്ഷേ കേരളത്തിലാണ്. കേരളത്തിൽ കണ്ണൂരാണ്. അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ 1-ാം വർഷ VDS വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജ്. തിരുവനന്തപുരമാണ് സ്വദേശം. അപ്പോൾ നമ്മുടെ കണ്ണൂരിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും ജാതീയത കൊടികുത്തി വാഴുന്നു എന്നതിൻ്റെ ഉദാഹരണമാണല്ലോ ഇത്. അല്ല, കേരളത്തിൽ അതൊരു പുതിയൊരു സംഭവമല്ല. കേരളം ഒരു സവർണ കേരളമാണോ? കേരളം സവർണ്ണമല്ല, കേരളം മനുഷ്യത്വരഹിതമായിട്ട് മാറിയിട്ടുണ്ട്. മനുഷ്യനില്ലേ ഇവിടെ. ഇപ്പം ഞാൻ വേറെ ഒന്ന് പറയട്ടെ, സവർണന്മാർ മാത്രം, അവർ മാത്രം സ്വാധീനം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർക്ക് ഇവിടെ കൊടുങ്ങൽ കോവിലത്ത് കയറാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കിട്ടുമായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിരവധി അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ കേരളത്തിലൊന്നും സാധ്യമല്ല. കേരളം ഇന്നിപ്പോൾ ജാതി കൊണ്ട് കേരളം ഇന്ന് ആകെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചില്ലെങ്കിലും ഞാൻ ഒന്ന് പറയാണ്, കേരളത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉണ്ട്. കേരളത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉണ്ട്. അത് സാമൂഹ്യ രംഗത്താണ്. സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ തങ്ങളിക്കൽ ഹെജിമണി കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി ചർച്ച ചെയ്യപ്പെടണം. ഞാനിടയ്ക്ക് നമ്മുടെ ചില ആളുകളോട് പറഞ്ഞു, ബ്രാഹ്മണിക്കൽ ഹെജിമണി ഉണ്ടെന്നുള്ള ചർച്ച ചെയ്യപ്പെടുന്ന ആളുകൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തങ്ങളിക്കൽ ഹെജിമണിയും കേരളത്തിലുണ്ട്. ഈ 2 ഹെജിമണികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗരോഹിത്യ വർഗത്തിന്റെ മേധാവിത്വമാണ് കേരളത്തെ അടക്കം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിലെ എല്ലാ ജാതി മതവിഭാഗങ്ങളുടെയും എല്ലാവരും പുരോഹിതന്മാർ കേരളത്തിൽ വലിയ സ്ഥാനത്തുള്ളത്. അവർക്കൊരു സ്ഥാനമാനങ്ങളുടെ കേരളത്തിലുണ്ട്. ഇതിങ്ങനെ നിലനിർത്തി പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല പട്ടികജാതിക്കാരുടേത്. പട്ടികജാതിക്കാരുടെ അതിൻ്റെ പേരാണ് നിതിൻ രാജിന് കൊല ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. സമാനമായിട്ട് വേറെ കാര്യം ചെയ്തില്ലേ? ഇത് കേരള തനിമയാണ്, കേരളത്തിൻ്റെ മാത്രമുള്ളൊരു സ്റ്റോറിയാണ് എന്നുള്ള മട്ടിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ തമ്പടിക്കാവുന്ന സ്ഥലം ഇന്നത്തെ കേരളമാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 16 വയസ്സുള്ളൊരു പെൺകുട്ടി കേരളത്തിൽ വന്നിട്ടാണ് വിവാഹം കഴിച്ചത്. അതിനാരാ കൂട്ടുന്നത്? കേരളത്തിലെ വിപ്ലവ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. അതുതന്നെ കേരളം ഭരിക്കുന്നൊരു മന്ത്രി, ഒരു വിവരമില്ലാത്ത മന്ത്രിയാണ്, സമ്മതിച്ചു. വിവരമില്ലെങ്കിലും മന്ത്രിക്ക് ഈ പറയുന്ന 16 വയസ്സ് വരെ കല്യാണം കഴിച്ചു കൊടുത്ത് ആ കല്യാണത്തിന് അയാൾക്ക് സാക്ഷിയാവാൻ വേണ്ടി യാതൊരു മടിയുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയുള്ള ആളുകൾ ഭരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് ഇതെല്ലാം കേരളത്തിൽ സംഭവിക്കാം. കേരളത്തിൽ ഇത് മാത്രമല്ല സവിശേഷ പ്രത്യേകത ഉള്ളത്. നിങ്ങൾ കേരളത്തിൽ പട്ടികജാതിക്കാരന്, കേരളത്തിലെ പിന്നാക്കക്കാരന് അവർക്ക് എന്ത് സ്ഥാനമാണ് കേരളത്തിലുള്ളത്? സ്ഥാനമില്ല. ഞാൻ ഇന്ന് കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ വലിയ സാക്ഷരത കേരളത്തിൽ പറയുന്നുണ്ട്. ഈ സാക്ഷരത പറയുന്ന കേരളത്തിൽ ഇന്നേ ഒരു പട്ടികജാതിക്കാരൻ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു വനിത കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുണ്ടോ? ഒരു പാർട്ടി സെക്രട്ടറി കേരളത്തിന്റെ ഏതെങ്കിലും പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമ്മുടെ രാഷ്ട്രപതി ആരാണെന്ന് അറിയാമല്ലോ. രാഷ്ട്രപതി കേരളത്തിലല്ല, ഡൽഹിയിലാണോ? അത് കേന്ദ്രം തീരുമാനിച്ചതാണ്. അവർ തീരുമാനിച്ച പലതുമുണ്ട്. ഉത്തർപ്രദേശിലെ പട്ടികജാതിക്കാരനായിട്ട് കല്യാൺ സിംഗ് അവിടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. വേറെ പല സംസ്ഥാനങ്ങളിലായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലാവില്ല. അവിടെ മായാവതിക്ക് മുഖ്യമന്ത്രിയാവാം, തമിഴ്നാട്ടിൽ ജയലളിതയ്ക്കാവാം, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാവാം, മധ്യപ്രദേശിൽ ഉമാഭാരതിക്കാവാം, റാബറി ദേവിക്ക് ബീഹാറിലാവാം, അല്ലെങ്കിൽ ഇവർക്ക് ബംഗാളില് മമതാ ബാനർജിക്കാവാം. പക്ഷെ കേരളത്തിലാവില്ല. കേരളത്തിലെ ഒരു സ്ത്രീയെ ഒരു കാരണവശാലും പാർട്ടി കേരളത്തിന് മുഖ്യമന്ത്രി ആക്കില്ല. ഇത് കേരളത്തിന്റെ തനിമയാണ്. നമ്മൾ കേരളത്തിൽ എന്താ പറയുക, അയ്യോ കേരളം ഭയങ്കര വിദ്യാഭ്യാസമായിട്ട് ഔന്നത്യത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് ഭയങ്കര സ്ഥാനമാണ്. എന്താ കേരളത്തിലെ സ്ത്രീകളുടെ സ്ഥാനം? എന്താണ് കേരളത്തിൽ ഫെമിനിസം? കേരളത്തിൽ എന്താണ് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ടുള്ള ഉത്തമാംഗം വയറായിരിക്കുന്ന ആളുകൾ? സഞ്ജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉത്തമാംഗം വയറായിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ. അതുകൊണ്ട് അവർക്കൊരു വിഷയമല്ല. ഇപ്പൊ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഉത്തർപ്രദേശില് ഈ ജാതിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാര്യവും എടുക്കാൻ പാടില്ല എന്ന ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതെ, അതായത് പോലീസ് കേസ് ചാർജ് ചെയ്യുമ്പം ജാതി ചോദിക്കാനോ ജാതി രേഖപ്പെടുത്തുന്ന യാതൊരു കാര്യവും ചെയ്യാൻ പാടില്ല. ജാതിയെ ഗ്ലോറിഫൈ ചെയ്യുന്നത്, നിങ്ങളുടെ ജാതി എന്തോ ഭയങ്കര ജാതിയാണെന്ന് പറയുന്നത് ദേശവിരുദ്ധമാണെന്നാണ് ഉത്തർപ്രദേശിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത്. അത് ശരിക്കും ഞാൻ ചോദിക്കുന്നത്, ജാതീയതക്കെതിരെ ഇന്ത്യയിൽ RSS എങ്ങനെയാണ്? അല്ല, ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായ സംവിധാനമാണ്. അത് മനുഷ്യനെതിരാണ്. ജാതീയതയ്ക്ക് പേരിൽ ആളുകൾ വേർതിരിച്ച് നിർത്തുന്നത്, സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാത്തത്, ക്ഷേത്രപ്രവേശനം അനുവദിക്കാതിരിക്കുന്നത്, ഏതെങ്കിലും ദേവാലയങ്ങൾ പ്രവേശിപ്പിക്കാതിരിക്കുന്നത്, അതിൻ്റെ പേരിൽ മതപുരോഹിതന്മാരാക്കാതിരിക്കുന്നത്, ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം കേരളത്തിലെ ക്രൈസ്തവ സഭയിലെ പ്രധാനപ്പെട്ട തർക്കം എന്താ? ഒരു കറുത്ത വർഗ്ഗക്കാരനോട് കേരളത്തിലെ മതപുരോഹിതനാക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് മതമേധാവിയാക്കില്ല.
സമാനം തന്നെയാണ് ഇതിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ കടുത്ത ജാതീയതയുണ്ട്. ജാതി അനുദിനം കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒന്ന് എടുത്തു നോക്ക്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോലെയല്ലേ ഓരോ മതകേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. വെള്ളാപ്പള്ളി ഗണേശനെ കാണാൻ പോകുന്നു, സുകുമാരൻ നായരെ കാണാൻ പോകുന്നു, മറ്റേ അരമനയിലേക്ക് പോകുന്നു, മറിച്ച അരമനയിലേക്ക് പോകുന്നു, ദുഷിപ്പിനെ കാണാൻ പോകുന്നു, ബിഷപ്പിനെ കാണാൻ പോകുന്നു, ഇമാമിനെ കാണാൻ പോകുന്നു. ഏതെങ്കിലും ഒരാൾ കോൺഗ്രസിൽ ചേരുകയാണെങ്കിൽ ആദ്യം പോകുന്നത് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലേക്കാണ്. എന്തൊരു അധപ്പതനാണ് കേരളത്തിൻ്റെത്. കേരളത്തിൽ രാഷ്ട്രീയ നേതാവിനെ അല്ലല്ലോ കാണുന്നത്. അവർ ഇന്ദിരാഭവനിൽ പോയത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇന്ദിരാഭവനിലേക്ക് അല്ലല്ലോ കോൺഗ്രസ്സുകാരെ പോകുന്നത്. കോൺഗ്രസ്സുകാരും നേരെ പോകുന്നത് പാണക്കാട് കുടുംബത്തിലേക്കാണ് പോകുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്താ വ്യത്യാസമുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ത്രീകൾക്ക് സ്ഥാനമുണ്ടോ? കേരളത്തില് ദളിതന് സ്ഥാനമുണ്ടോ? ഒരു പട്ടികജാതിക്കാരൻ ഇന്നേ വരെ കേരളത്തിലെ ഇത്രയധികം പിന്നാക്കക്കാരുടെ പ്രസ്ഥാനമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു നേതാവിന്റെ പേരെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്ന് പറഞ്ഞു നോക്കിയേ. ഈ NSSും SNDPയും കേരള സമൂഹത്തിൽ വലിയ വിഷമാണോ ഓർമ്മിപ്പിക്കുന്നത്? അവർ മാത്രമല്ല, NSS അതെ, SNDP അതെ, ക്രൈസ്തവ സഭ അതെ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അതെ, ഈ എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും വിഷമമിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ഇതിനെ വിഷമമിപ്പിക്കാനുള്ള കാരണം ഈ സാധാരണ ഒറ്റയ്ക്ക് ഇവര് വിഷമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇവരിൽ നിന്ന് രാഷ്ട്രീയം കൂടി കലരുമ്പോഴാണ് ഇതിനകത്ത് വിഷമം വരിക. ഉദാഹരണത്തിന് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഈ പറയുന്ന ആളുകൾ ഇടപെടുന്നു. ഇതിന് മര്യാദയാണോ? പരിധി വിട്ട് ഇടപെടാമോ? രാഷ്ട്രീയ കാര്യങ്ങൾ കേരളത്തിൽ ഇടപെടുന്നുണ്ട്. കേരളത്തിൽ മതമേധാവികളാണ് തീരുമാനിക്കുന്നത് ഇലക്ഷൻ ആര് മത്സരിക്കും. ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷന് മേയർ ആരാണ് തീരുമാനിക്കുന്നത്? ആരാ? ലത്തീൻ കത്തോലിക്ക സഭയെ തീരുമാനിക്കുന്നത്. പിന്നെ എങ്ങനെയാ ഇതിനകത്ത് എവിടെ ജനാധിപത്യമുള്ളത്? ഇതിനകത്ത് എവിടെ രാഷ്ട്രീയമുള്ളത്? ഇതിന് മതമാണ്. അവിടെയാണ് ലീഗിന്റെ നേതാവായിട്ടുള്ള ഷാജി പറഞ്ഞത്, മതമാണ് 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 പ്രശ്നം. ഇതെല്ലാ സ്ഥലത്തും വരുന്നു. ഇത് ആത്യന്തികമായിട്ട് കേരളത്തെ പിന്നോക്കം കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിൽ പിന്നാക്ക സമുദായക്കാരെ നിലനിൽക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് സംവരണം പോലും സത്യത്തിൽ കിട്ടുന്നില്ല. ഇപ്പൊ കേരളത്തിന്റെ ഒരു സാംസ്കാരിക ബോധം ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ? കേരളത്തിൽ രണ്ട് തരത്തിൽ എടുക്കണം. ഈ സാംസ്കാരിക ബോധത്തോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ രംഗം കൂടി എടുക്കണം, രാഷ്ട്രീയ രംഗം കൂടി എടുക്കണം. രാഷ്ട്രീയ രംഗമാണ് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തെ കൂടി ഭരിക്കുന്നത്. ആ രാഷ്ട്രീയ രംഗത്തിന്റെ കേരളത്തിലെ തങ്ങളിക്കൽ ഹെജിമണിയാണ് നിലവിലിരിക്കുന്നത്, മറ്റു ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്. ഒരു മേധാവിത്വത്തിന്, ജാതി മേധാവിത്വത്തിന് കേരളത്തിൽ വലിയ സ്ഥാനമുണ്ട്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും അവർക്ക് വലിയ സ്വാധീനമുണ്ട്. രണ്ട് മേധാവികളെ കൈയടക്കി വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ രണ്ടും നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ്. രണ്ടല്ല, മൂന്നും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഒരു ലോഹിക്കൽ ഹെജിമണി ഇവിടെയുണ്ട്. ലോഹിട്ട ആളുകളുടെ ഹെജിമണി കേരളത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവർ കൈയടക്കി വെച്ചേക്കാണ്. സർക്കാരിൽ നിന്ന് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആളുകൾ. നിയമനം മുഴുവൻ കൈക്കൂലി മേടിച്ചിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരമല്ല ഈ പറയുന്ന ഹെജിമണികൾക്കൊക്കെ വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അവിടെയാണ് നിതിൻ രാജിനെ പോലുള്ള ആളുകൾക്ക് അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അവർ സ്വാഭാവികമായ രീതിയിൽ ആത്മഹത്യക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് ഈ തരത്തിലുള്ള ഹെജിമണികളാണ്. അങ്ങനെ ഹെജിമണിയാണെന്ന് പറയുന്ന ആളുകളും അവരും ഇതിന്റെ വക്താക്കളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിപ്പം ജാതി ബോധം ഓരോരുത്തരുടെയും അവർ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. ഞാൻ ഇന്ന് ജാതിക്കാരനാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? സ്വത്വബോധമാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ. ഇപ്പോൾ KN കുഞ്ഞുമ്മ ഉണ്ട്, ഇടതുപക്ഷത്തിന്റെ നേതാവാ. അയാളെന്താ പറഞ്ഞ്? കേരളത്തിൽ സ്വത്വബോധം വേണമെന്നാ പറഞ്ഞ്. എന്താ സ്വത്വബോധം? ജാതിബോധം തന്നെയാണ്, വർഗബോധമാണ്. ഈ വർഗബോധം കേരളത്തിലേക്ക് വരുമ്പോൾ ജാതിബോധമാവുന്നതാണ്. ഇത് വേണമെന്ന് പറയുന്നില്ലേ ഇവരൊക്കെ? എല്ലാവർക്കും ജാതിയുണ്ട്. കേരളത്തിൽ ജാതിയാണ് കുടികുത്തി വഴുന്നത്. ഞാൻ നേരത്തെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞെന്ന്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ നേതൃത്വം തങ്ങളല്ലാണ്ട് ആരെങ്കിലും വരുമോ? ഒരാൾ വരാമോ? ഏതെങ്കിലും കേരളത്തിലെ കുഞ്ഞാലിക്കുട്ടിക്ക് മുസ്ലിം ലീഗിന്റെ കേരളത്തിന്റെ അധ്യക്ഷനാവും? ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം, കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാവാൻ പറ്റില്ല. അതിന് കാരണം അത് തങ്ങളെ ആവുള്ളൂ. പാണക്കാട് കുടുംബത്തിൽ ജനിക്കണം. ഇയാൾ ജനിച്ചത് ഏത് കോയ കുടുംബത്തിലെങ്ങാണ്ട് ജനിച്ചത്. ഇയാൾക്ക് ആവാൻ പറ്റൂല. ഇയാൾക്ക് ജനറൽ സെക്രട്ടറി ആവാനേ പറ്റുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് ഷാജി ഉണ്ടല്ലോ, ഷാജിക്ക് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവാൻ പറ്റുമോ? പറ്റില്ലല്ലോ, സാധിക്കില്ല. കേരളത്തിൽ വനിതയാക്കുന്നില്ലല്ലോ, കേരളത്തിൽ പട്ടികജാതിക്കാരനെ ആക്കുന്നില്ലല്ലോ, ഒരു പാർട്ടിയും കേരളത്തിലാക്കുന്നില്ല. വനിത കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ പാർട്ടി അധ്യക്ഷ ഉണ്ടായിട്ടുള്ളൂ. അത് ജനസംഘത്തിന്റെ പാർട്ടി അധ്യക്ഷയായിരുന്നു 1971-72 സമയത്ത്. അത് M ദേവികയമ്മ, എടപ്പാളുകാരിയ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, റിട്ടയർ ചെയ്ത ശേഷം. അവർക്ക് മുമ്പോ അവർക്ക് ശേഷമോ കേരളത്തിന്റെ ചരിത്രത്തിൽ വനിത പാർട്ടി അധ്യക്ഷയായിട്ടില്ല. ഇടക്കാലത്ത് വന്നൊരാൾ കുട്ടിമാളുമ്മ മാത്രമാണ്. അവർ 2 മാസക്കാലത്തിൽ ഇടക്കാലത്ത് വന്നിരുന്നു. ഇപ്പം ഈ ജാതിയെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെ നേതാക്കൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ജാതിയുടെ പ്രശ്നങ്ങൾ. അവർ ജാതിയെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്.
അവർ ജാതിയെയും മതത്തെയും ഓവറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവർ പോകുന്ന അരമനകൾ കയറി ഇറങ്ങുന്നു. ഇപ്പം ഈ കുട്ടിക്ക് തന്നെ നേരിട്ടത് സ്റ്റാഫ് റൂമിൽ ഇവനെ കൊണ്ടുപോയിട്ട് ടീച്ചർമാർ വേണ്ടാത്ത രീതിയിൽ കളിയാക്കും, പേപ്പട്ടി എന്ന് വിളിക്കും, നിറത്തിൻ്റെ പേരിലും വീട്ടിൽ പൈസ ഇല്ല എന്നതിൻ്റെ പേരിലും അച്ഛനമ്മമാർ വരെ കളിയാക്കും എന്നാണ് പറയുന്നത്. ഇത് അതായത് അപ്പുറത്തിരിക്കുന്നവൻ ഏത് ജാതിയാണ് എന്ന് നമുക്ക് അറിയാതെ അറിയാനുള്ളൊരു താല്പര്യം ഓരോരുത്തരുടെയും മുന്നിലുണ്ട്. അത് ജാതിയെ കുറിക്കുന്ന വലിയ ഇപ്പം നമ്മൾക്ക് കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെയാണ്, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല എന്ന് പറയാറുണ്ട്. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ള മാനവ രക്തം എന്ന് പറഞ്ഞവർ കേരളത്തിലെ ജാതിയുടെ ഉപജ്ഞാതാക്കളാണ്. എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. അയാളെന്താ വരേണ്യവർഗത്തിൻ്റെ നേതാവാണ്. അയാൾ തുടങ്ങിയിട്ട് കേരളത്തിൽ ജാതി ജീവിതത്തിൽ കൊണ്ടു നടക്കാത്ത ഒരു നേതാവിൻ്റെ പേര് നിന്നോട് പറഞ്ഞാൽ മതി. അല്ല, അങ്ങനെയാണെങ്കിൽ AKG മേൽജാതിക്കാരനാണ്. AKG എങ്ങനെ വന്നത്? AKG അതുകൊണ്ടാണ് AKG ഒരിക്കലും പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നില്ല. AKG വന്നത് AKGയുടെ മരണം പോലും ദുരൂഹമായിട്ടുള്ളതാണ്. 1976 ഡിസംബറിലാണ് അദ്ദേഹം പെരളശ്ശേരി പ്രസംഗിക്കുന്നത്. ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച്. ആദ്യമായിട്ട് എഴുതി ഞാനല്ല കേട്ടോ. കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന് പറയുന്ന K. ബാലകൃഷ്ണൻ ദേശാഭിമാനി പത്രാധിപരുടെ പുസ്തകത്തിനകത്ത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AKG എങ്ങനെയാണ് ഒതുക്കപ്പെട്ടു പോയെന്നുള്ള പ്രശ്നമാണ്. AKG ഒതുക്കപ്പെടാൻ കാരണം ജാതി ഇല്ലാത്തതിൻ്റെ പേരിലാണ്. കേരളത്തിൽ ഒരൊറ്റ മന്ത്രിയെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. AKG ജാതി പറയാറില്ല. കേരളത്തിൽ ഒരൊറ്റ നേതാവ് മാത്രമേ അറസ്റ്റ് ചെയ്യപ്പെട്ട മന്ത്രിയുള്ളൂ. അറിയാമോ? 6 ബാലകൃഷ്ണനുള്ള മാത്രമാണ്. അപ്പോൾ ബാലകൃഷ്ണനുള്ള മാത്രമാണ് അഴിമതിക്കാരൻ. കേരളത്തിൽ ബാക്കി K. കരുണാകരൻ അടക്കമുള്ളവർക്ക് അഴിമതിക്കാരായിരുന്നില്ലേ? അവരാരും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലല്ലോ. അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി അഴിമതിക്കാരനായിരുന്നില്ലേ? അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലല്ലോ. കാരണം ഇനി അവർക്ക് ശക്തമായുള്ള ജാതിയും മതവും അവരുടെ പിന്നിലുണ്ടായിരുന്നു. ജാതിയും മതവും ശക്തമായിട്ട് പിന്നിലില്ലാത്ത എല്ലാവരും കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടും, ശിക്ഷിക്കപ്പെടും. അത് കേരളത്തിൻ്റെ ചരിത്രമാണ്. നിതിൻ രാജിൻ്റെ കേസിനകത്തും പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പഠിപ്പരയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് കേരളം.